നെക്സ്റ്റ് ഒരു ടേമാണ് ഇത്. തിയറി പോർഷൻസിന് 3 മാർക്സിനൊക്കെ ചോദിക്കുന്നതാണ്. സെക്ഷൻ മോഡുലസ്. സെക്ഷൻ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സെക്ഷൻ അബൌട്ട് ന്യൂട്രൽ ആക്സസ് ടു ഡിസ്റ്റൻസ് ടു ഔട്ടർ മോസ്റ്റ് ലെയർ ഫ്രം ദി ന്യൂട്രൽ ആക്സസ് ആൻഡ് ഡിനോട്ടഡ് ബൈ ഇസഡ്. ഇസഡ് ഇസ് ഈക്വൽ ടു I/Y മാക്സിമം. ഈ റേഷ്യോ ആണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അതായത് ന്യൂട്രൽ ആക്സസ് മുതൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഒരു സെക്ഷൻ ന്യൂട്രൽ ആക്സസിന് അബൌട്ടായിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഡിവൈഡഡ് ബൈ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള അതിൽ വരെയുള്ള ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂട്രൽ ആക്സസ്, അതിന് Y മാക്സിമം. ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് ഇസഡ് എന്ന് പറയുന്നത്. ഇസഡ് എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, I എന്ന് പറഞ്ഞാൽ മാക്സിമം ഔട്ടർ മോസ്റ്റ് ലെയർ വരെയുള്ള ഡിസ്റ്റൻസ്. സോ ഇസഡിൻ്റെ ഇക്വേഷൻ I/Y മാക്സിമം. ഇനി ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് മൊമെൻറ്റിന് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. മൊമെൻറ്റ് M ഇസ് ഈക്വൽ ടു സിഗ്മ മാക്സിമം ഇൻറ്റു ഇസഡ്. ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചോണം. ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ M/I ഇസ് ഈക്വൽ ടു സിഗ്മ/Y ഇസ് ഈക്വൽ ടു E/R ഇക്വേഷനകത്ത് മൊമെൻറ്റ് നമുക്ക് ഇസഡ് അറിയാമെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൊമെൻറ്റ് കണ്ടുപിടിക്കാം. മൊമെൻറ്റ് M ഇസ് ഈക്വൽ ടു സിഗ്മ മാക്സിമം ഇൻറ്റു ഇസഡ് ഇൻ ടേംസ് ഓഫ് സെക്ഷൻ മോഡുലസ്. സെക്ഷൻ മോഡുലസിൻ്റെ ടേംസിൽ പറഞ്ഞാൽ മൊമെൻറ്റിൻ്റെ ഇക്വേഷനാണ്. ഇനി സെക്ഷൻ മോഡുലസ് നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ പറയുന്ന പോലെ തന്നെ ഓരോന്നിനും സെക്ഷൻ മോഡുലസിനും ഓരോ ഇക്വേഷൻ ഉണ്ട്. റെക്റ്റാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ BD²/6. ഫോർ റെക്റ്റാങ്കുലർ സെക്ഷൻ ഇസഡിൻ്റെ ഇക്വേഷൻ BD²/6. ഹോളോ ആണെങ്കിൽ ഹോളോ റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ ഇക്വേഷൻ ഇതാണ്. പിന്നെ സർക്കുലാർ സെക്ഷൻ ആണെങ്കിൽ ഇസഡ് ഇസ് ഈക്വൽ ടു π/32d³. ഓക്കെ, വാട്ട് ഈസ് ഇറ്റ്? π/32d³. അതുപോലെ ഹോളോ ആണെങ്കിൽ π/32 ക്യാപിറ്റൽ D ഇൻറ്റു ക്യാപിറ്റൽ D⁴ D⁴. സാധാരണ ഇസഡ് ഈ സർക്കുലർ സെക്ഷനും റെക്റ്റാങ്കുലർ സെക്ഷൻ വെച്ചിട്ടുള്ളതാണ് ചോദിക്കാറ്. അത് ബൈ ഹാർട്ട് ചെയ്തൊക്കെ BD²/6ഉം സർക്കുലർ സെക്ഷൻ ആണെങ്കിൽ π/32d³ ആയിരിക്കും ഇക്വേഷൻ. ഇനി സെക്ഷൻ മോഡുലസ് വെച്ചിട്ട് ഒന്നെങ്കിൽ സെക്ഷൻ മോഡുലസ് വെച്ചിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പ്രോബ്ലം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇക്വേഷൻ വെച്ചിട്ട് I വെച്ചിട്ട് ഡയറക്റ്റ്ലി ചെയ്യാനും പറ്റും. രണ്ട് രീതിയിലും പ്രോബ്ലംസ് ചെയ്യാം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു തേർഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ക്യാൻറ്റിലിവർ ഓഫ് ലെങ്ത് 2 മീറ്റർ. അപ്പോൾ എന്താണ്, ഒരു ക്യാൻറ്റിലിവർ ബീം വരയ്ക്കുക. ക്യാൻറ്റിലിവർ ബീം എന്ന് പറഞ്ഞാൽ എന്താണ്, വൺ എൻഡ് ഫിക്സഡും അതർ എൻഡ് ഫ്രീ ആയിട്ടുള്ള ബീമിനെയാണ് ക്യാൻറ്റിലിവർ എന്ന് പറയുന്നത്. ക്യാൻറ്റിലിവർ ബീമിൻ്റെ ലെങ്ത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 2 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ക്യാൻറ്റിലിവർ ബീം fails when a load of 2 kN is applied at the free end. ഫ്രീ എൻഡിൽ എന്ത് ചെയ്യുന്നു, ഒരു 2 kN ലോഡ് ഫ്രീ എൻഡിൽ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന് ഫെയിലിയർ സംഭവിക്കുന്നു. ഓക്കെ, ഇഫ് സെക്ഷൻ ഓഫ് ബീമിൻ്റെ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട് എത്രയാണെന്ന്, 40 mm/60 mm. അതായത് ഇതിനെ ക്രോസ് സെക്ഷൻ കട്ട് ചെയ്താൽ ഇതൊരു റെക്റ്റാങ്കുലർ സെക്ഷനാണ്. റെക്റ്റാങ്കുലർ സെക്ഷൻ എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 40/60 mm. ഫൈൻഡ് സ്ട്രെസ് അറ്റ് ഫെയിലിയർ. ഈ ലോഡ് കൊടുത്തപ്പോൾ ഫെയിലായെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അപ്പോഴത്തെ സ്ട്രെസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സിഗ്മയാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഗിവൺ ഡേറ്റേഴ്സ് ആദ്യം എഴുതാം. ലെങ്ത് ഓഫ് ദി ബീം എത്രയാണ് തന്നിട്ടുണ്ട്, ലെങ്ത് L ഇസ് ഈക്വൽ ടു 2 മീറ്റർ. മീറ്ററിനെ മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 2 × 10⁻³ mm. ലോഡ് എത്രയാണെന്നാണ് തന്നിരിക്കുന്നത്, 2 kN. ലോഡ് W അല്ലെങ്കിൽ P ഇസ് ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുണ്ട്, 2 kN എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2000 N അല്ലെങ്കിൽ 2 × 10⁻³ N. ഇനി നെക്സ്റ്റ് ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ 40/60 ആണെന്നാണ് തന്നിരിക്കുന്നത്. സോ ഇതിൽ ഒന്ന് വിഡ്ത്തും ഒന്ന് ഡെപ്തും ആണ്. അത് സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, എപ്പോഴും ഗ്രേറ്റർ ഡയമെൻഷൻ എന്തായിട്ട് എടുക്കുക, ഡെപ്ത് ആയിട്ട് എടുക്കുക. ഗ്രേറ്റർ ഡയമെൻഷൻ ഡെപ്ത് ആക്കിക്കൊണ്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വിഡ്ത്ത് B എത്രയായിട്ട് എടുക്കാം, 40 mm. ഡെപ്ത് എത്രയായിട്ട് എടുക്കാം, ഡെപ്ത് 60 mm. ഗ്രേറ്റർ ഡയമെൻഷൻ നമ്മൾ ഡെപ്ത് സ്പെസിഫിക്കലി പറയാത്തത് കൊണ്ട് 60 mm ഡെപ്തും കൊടുത്തു. ഇനി അങ്ങനെയാണെങ്കിൽ സ്ട്രെസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്, M/I ഇസ് ഈക്വൽ ടു സിഗ്മ/Y ഇസ് ഈക്വൽ ടു E/R. E ഇവിടെ തന്നിട്ടുണ്ടോ, ഇല്ല. റേഡിയസ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ, ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ആ തേർഡ് ടേം എടുക്കാത്തത്. ഇത് മാത്രം എടുക്കുമ്പം M/I ഇസ് ഈക്വൽ ടു സിഗ്മ/Y. ഇതിനകത്ത് എന്താണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്, സിഗ്മ എന്ന് പറയുന്ന ടേമാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്, സിഗ്മ. സോ നമുക്ക് എങ്ങനെ എഴുതാം, സിഗ്മയെ ഇതിനകത്ത് നിന്ന് സിഗ്മ ഇസ് ഈക്വൽ ടു M/I ഇൻറ്റു Y വെച്ച് ചെയ്യാം. M/I ഇൻറ്റു Y. ദെൻ വാട്ട് ഈസ് M? മൊമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ ഇവിടെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഈ മൊമെൻറ്റ് ചെയ്യാം. രണ്ട് രീതിയിൽ മൊമെൻറ്റ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ഇതിനകത്ത് നിങ്ങൾക്ക് മൊമെൻറ്റ് എടുക്കാം. ഡയറക്റ്റ്ലി മൊമെൻറ്റ് എടുക്കുമ്പോൾ എന്ത് വരും, ഈ ക്യാൻറ്റിലിവർ ബീമിന് ഈ പോയിൻറ്റിന് അബൌട്ടായിട്ട് മൊമെൻറ്റ് എടുക്കുമ്പോൾ എന്ത് വരും, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എടുക്കാം. ഫോഴ്സ് എത്രയാ, 2 × 10⁻³ ആണ്, ഇൻറ്റു 2. അപ്പോൾ എത്രയാ,
2 മീറ്റർ ആണ്. സോ 2 × 10⁻³ സോ 2 ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ മൊമെൻറ്റ് കിട്ടും. ലോഡ് എത്രയാണ്? 2 മീറ്റേഴ്സ് ആണ് ലോഡ്. സോ 2 × ഡിസ്റ്റൻസ് എത്രയാണ്? 2 മീറ്റേഴ്സ്. 2 × 2 വരും. ഈ 2 എന്ന് പറഞ്ഞാൽ കിലോ ന്യൂട്ടൺ ആയതുകൊണ്ട് അതിനെ 10⁻³ ആക്കി. 2 മീറ്റേഴ്സിനെ എന്ത് ചെയ്തു നമ്മൾ? 2 × 10⁻³ mm ആക്കി. അപ്പോൾ നമുക്ക് മൊമെൻറ്റിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് മൊമെൻറ്റ് കിട്ടി. ഇനി മൊമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത എന്താണ്? അടുത്ത ടേം ഏതാ വേണ്ടത്? ഐ വേണം. വാട്ട് ഈസ് ഐ? ഫോർ എ റെക്റ്റാങ്കുലർ സെക്ഷൻ. ക്രോസ് സെക്ഷൻ എന്താണ്? റെക്റ്റാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ഐയുടെ വാല്യൂ എത്രയായിരിക്കും? BD³/12 ആയിരിക്കും. ഐ ഈസ് BD³ ഫോർ റെക്റ്റാങ്കുലർ സെക്ഷൻ, BD³/12. സോ ബിയും അറിയാം ഡിയും അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ഐയുടെ വാല്യൂ കിട്ടും. ദെൻ എഗെയിൻ അടുത്ത ടേം എന്താ വേണ്ടത്? അപ്പം മൊമെൻറ്റ് കിട്ടി, ഐ കിട്ടി, നെക്സ്റ്റ് വൈ. വാട്ട് ഈസ് വൈ? വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു റെക്റ്റാങ്കുലർ സെക്ഷന് വൈ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആക്സിസ് മുതൽ എക്സ്ട്രീം ഫൈബർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് വൈ എന്ന് പറയുന്നത്. സോ എന്ത് ചെയ്താൽ മതി? ഡെപ്ത്ത് ബൈ 2 ആണ് റെക്റ്റാങ്കുലർ സെക്ഷൻ. വാട്ട് ഈസ് ഡെപ്ത്ത്? ഡെപ്ത്ത് എത്രയാണ്? 60. സോ 60/2 എത്ര കിട്ടും? 30 mm. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളിവിടെ പഠിച്ച് ഇപ്പോഴത്തെ ഇക്വേഷൻ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. സിഗ്മ മാക്സിമം m/z വെച്ചും ചെയ്യാം. z എടുക്കുമ്പോൾ റെക്റ്റാങ്കുലർ സെക്ഷൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? BD²/6 ചെയ്താൽ മതി. മനസ്സിലായോ? അതായത് ഈ ഇക്വേഷൻ പ്രകാരം m = സിഗ്മ മാക്സിമം ഇൻറ്റു z ആണ് സെക്ഷൻ മോഡുലസിൻ്റെ ടേംസിൽ. അപ്പോൾ ഇതിൽ നിന്ന് സിഗ്മ മാക്സിമം നമുക്ക് എങ്ങനെ കിട്ടും? സിഗ്മയാണ് ക്വസ്റ്റിന് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. z അപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും? m/z എന്ന് വരും. m നമുക്കിപ്പോൾ കിട്ടി 4 × 10⁻⁶. z അറിയാമോ? അറിയത്തില്ല. പക്ഷേ ഇത് റെക്റ്റാങ്കുലർ സെക്ഷനാണ്. റെക്റ്റാങ്കുലർ സെക്ഷൻ ആകുമ്പോൾ ഇസഡിൻ്റെ വാല്യൂ BD²/6. ഇത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് സിഗ്മ മാക്സിമം കണ്ടുപിടിക്കാം. അതല്ല എങ്കിൽ m/i = സിഗ്മ/y വെച്ചിട്ടും ചെയ്യാൻ പറ്റും. രണ്ട് രീതിയിൽ ചെയ്താലും ഒരേ ആൻസറേ കിട്ടത്തുള്ളൂ. അതെന്ത് ചെയ്യുക? സിഗ്മയുടെ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സിഗ്മ മാക്സിമം എത്ര കിട്ടും? m/i × y ചെയ്യുമ്പം 166.67. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് Nm/mm² ആയിരിക്കും ആൻസർ വരുന്നത്.